സൗദി നൈറ്റ് മാർക്കറ്റാണ് നമ്മൾ കാണുന്നത്. അതായത് കോർണിഷ് ഏരിയയിലുള്ള നൈറ്റ് മാർക്കറ്റാണ് കേട്ടോ. നോക്കിയോ, ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്. അവിടെയൊക്കെ പാരറ്റൊക്കെ വയ്ക്കുന്നു, ചെറിയ പക്ഷികളൊക്കെ എവിടെ ഉണ്ടോ. അതിനകത്ത് പെണ്ണുങ്ങൾ വയ്ക്കുക, അത് കാരണം ഞാൻ അങ്ങോട്ട് പോയി വീഡിയോ ഷൂട്ട് ചെയ്തത്. ഇവിടെ കുട്ടികൾക്ക് ഇടാനുള്ളതും ലേഡീസിന് ഇടാനുള്ളതും പുരുഷന്മാർക്കുള്ളതൊക്കെ ഡ്രസ്സുകളുണ്ട്. ഇവിടെ മസാല ഐറ്റംസ്, നട്ട്സ്, മസാല നട്ട്സ് ഇതെല്ലാം. ഇവിടെ പെർഫ്യൂംസ്, എല്ലാവിധ പെർഫ്യൂംസ് ഇവിടെ കണ്ടായിരുന്നു. മൊത്തം പെർഫ്യൂംസ്, ഏത് രീതിയിലുള്ള പെർഫ്യൂംസ് വേണോ, ഏത് ക്വാളിറ്റിയിലുള്ളത് വേണമെങ്കിലും ഇവിടെ കിട്ടും. ഇത് അവിടെയൊക്കെ സ്വീറ്റ്സ് അങ്ങനെ ഇങ്ങനെയുള്ള സാധനങ്ങൾ, കുട്ടികളുടെ കളിപ്പാട്ടം, അത് ഇത് ചപ്പ് ചവറെല്ലാം ഉണ്ട്. എൻ്റെ വണ്ടിയിൽ കൊണ്ടുവന്നിവിടെ വെച്ചിരിക്കുന്നതാണ്. ഇവിടെ സെറ്റ് ചെയ്ത് വയ്ക്കുന്നു. ഇത് ഈവനിങ് ആകുമ്പോൾ ഇതെല്ലാം ലോക്ക് ചെയ്ത് ഇവർ വെച്ചിട്ട് പോകും. പിന്നെ വന്നത് ഇങ്ങനെ ഉപയോഗിക്കും. മഴക്കാലം ആകുമ്പോഴത്തേക്ക് ഇതൊക്കെ എന്ത് ചെയ്യുമെന്ന് അറിയില്ല. ഇവിടെ ഒരു ചെറിയ കാഷഡ് പോലെയൊക്കെ ഉണ്ട് കേട്ടോ. അതിനകത്ത് ചിലപ്പം ഷെഡിലാക്കി വെച്ചിട്ട് പോകുമെന്ന് തോന്നുന്നു. അതാകുമ്പോൾ മഴയത്ത് പിന്നെ നനയുന്നില്ല. അവധി ദിവസങ്ങളിലൊന്നും ഇവർ തുറക്കാറുള്ളൂ, അല്ല പ്രവൃത്തി ദിവസങ്ങളിലൊന്നും ഇവർ വരാറില്ല. ഇവിടെ നോക്കിയ എല്ലാ കുറേ പക്ഷികളൊക്കെ വെച്ചിരിക്കുന്നത് ചെറു പക്ഷികളാണ്. നമ്മുടെ വീട്ടിലൊക്കെ കളിക്കാൻ വെക്കാൻ പറ്റിയ കുറേ പക്ഷികൾ, കോഴിക്കുഞ്ഞുങ്ങൾ, ചെറിയ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, ഇറച്ച്, തത്തമ്മ. പിന്നെ ഇവിടെ കോഴിക്കുഞ്ഞിനെ കാണിച്ചു കൊടുത്തേ. എന്താ ഇവിടെ നല്ല ഒന്നാന്തരം പൂച്ചയുണ്ട്. എന്തിനാ പൂച്ച നമുക്ക്? നമ്മളെ പൂച്ച എന്ത് ചെയ്യും? അപ്പൊ നമുക്ക് പൂച്ച ഉണ്ടല്ലോ. നല്ല രസമാണ്. ഓ, നിറച്ച് കിളികൾ കേട്ടോ. ചെറിയ അടിപൊളി ക്യാറ്റ്സ് ഉണ്ട് കേട്ടോ. അതൊക്കെ അടിപൊളി. നല്ല പൂച്ചക്കുട്ടിയാണ്. കണ്ണാടി പൊട്ടിയാ? ഇത് ഈവനിങ് ഷോപ്പുകളാണ് കേട്ടോ. കുറേ സ്നാക്സ് ഷോപ്പുകളുണ്ട് ഇവിടെ. എല്ലാവിധ സ്നാക്സും കിട്ടും കേട്ടോ. ഇവിടെ പൊട്ടാറ്റോ വറുത്തത്, അത് ഇത് ചിലപ്പോൾ കുട്ടികളെ കളിപ്പിക്കാനുള്ള സകല പരിപാടികളുണ്ട്. നൈറ്റ് മാർക്കറ്റിൽ ഇല്ലാത്ത സാധനങ്ങളല്ല. അതായത് ഇവിടെ നോക്കിയാൽ ഗെയിമൊക്കെ ഉണ്ട്, കുട്ടികൾക്കുള്ള ഗെയിം, അതുപോലെ തന്നെ ബാഗ്സ്. വലിയൊരു മാർക്കറ്റാണ്. ആവശ്യം പോലെ സാധനങ്ങളുണ്ട് ഇവിടെ. പണ്ട് കാലത്ത് സൗദികൾ ഉപയോഗിച്ചിരുന്ന പൂജ, ലൈറ്റ്, നമ്മുടെ നാട്ടിലത് ഇത് കുറ്റിയാണോ? കുറ്റിയില്ല. അതുകൊണ്ട് പക്ഷേ ഇത് ഇത് കുറ്റി പോലത്തെ ഒരു സംഭവം തന്നെയാണ് കേട്ടോ. ഇത് ചായ ഉണ്ടാക്കുന്നതാണ്. ഇതൊക്കെ ഊത്, ഇതൊക്കെയാണ്. മാങ്ങ, നല്ല മാങ്ങ കൊണ്ട് വെച്ചിട്ടുണ്ട്. പച്ചക്കറി ഉണ്ട്. നമ്മളെ നാട്ടിൽ കിട്ടുന്ന കൊഴുന്ന് പോലെ നല്ല മണം. അതെ അതെ, സവിസ്മൂറ mungkin nggak pernah bisu. Ada Bangladesh? Ayo.
ഇവിടെ എല്ലാ തുണിക്കടയാണ് വരുന്നത്. തുണിക്കട ആര് പറഞ്ഞു അത് പറഞ്ഞു ഇതിന്റെയൊക്കെ തുണിക്കടയാണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെ ഇലക്ട്രിസിറ്റി ഇല്ല കേട്ടോ, എല്ലാവരും അവരുടെ വാഹനങ്ങളിൽ നിന്നാണ് ഇലക്ട്രിക് പവർ എടുത്ത് ഉപയോഗിക്കുന്നത്. കൂടുതലും തുണിക്കടയാണ് ഇതൊക്കെ കാണുന്നത്. തുണിക്കട ലേഡീസിന്റെ ബാഗ്, വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന ഭക്ഷണങ്ങൾ ഉണ്ട് കേട്ടോ. ചായ, കോഫി, ബിരിയാണി, കബ്സ, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ആൾക്കാരൊക്കെ ഇവിടെ വന്ന് രാത്രിയിൽ നേരം വെളുക്കുന്നവരെ ഇവിടെ ചെലവഴിക്കുന്നവരുണ്ട്. അത് രാത്രി ഇവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് റിലാക്സ് ചെയ്ത് ഇവിടേക്ക് ഇരുന്നിട്ട് ഇവിടെ നല്ല മണമുണ്ട് കേട്ടോ. 4 സൈഡിൽ ഇവര് ഊത് കത്തിച്ചിട്ട് അടിപൊളി മണം. അതായത് പെണ്ണുങ്ങളൊക്കെയാണല്ലോ കൂടുതലും കട നടത്തുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതെല്ലാ ഷോപ്പും സൗദികളുടെയാണ്. പക്ഷെ ചിലപ്പം കുറച്ചൊക്കെ ജോലിക്കാർ വിദേശികൾ, അതെന്ന് പറയുമ്പോൾ കൂടുതലും ബംഗാളികളാണ് ജോലിക്ക് ഇരിക്കുന്നത്. അവരല്ലാതെ ഒരു രീതിയിലും മറ്റുള്ള രാജ്യക്കാരില്ല കേട്ടോ. തീർത്തും ഇത് സൗദികൾക്ക് വേണ്ടിയിട്ട് അവർ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്ന ഒരു മാർക്കറ്റാണ്, അവരുടെ ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട്. ഇവിടെ ഒരു മൊബൈൽ ഷോപ്പ്, എല്ലാവിധ മൊബൈൽ അക്സസറീസ് ഓക്കെ. ഇവിടെ നിങ്ങൾക്ക് എന്ത് ഫുഡ് വേണോ കിട്ടും. ഈ ഇത് സൗദിയൊക്കെയുള്ള ഷോപ്പാണ്. അതിൽ കറങ്ങി ചുറ്റി എല്ലാ പരിപാടിയും കണ്ട് വാങ്ങുന്നുണ്ട്. എല്ലാം പൊട്ടാറ്റോ ചിപ്സിന്റെ പരിപാടീസാണ് ഇവിടെയൊക്കെ. സൗദി പെണ്ണുങ്ങളെല്ലാം അവിടെ ജോലിക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ നല്ല പബ്ലിക് ഹോളിഡേസിനൊക്കെ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. അതെന്ന് പറഞ്ഞാൽ ഈദിനൊക്കെ ഒന്ന് ഇവിടെയൊക്കെ സൗദി കച്ചവടക്കാരാണുള്ളത്. ഒക്കെ നിങ്ങൾക്ക് കാണാം, ഇതെല്ലാം സൗദി കച്ചവടക്കാരാണ്. ചിന്നു ഹായ്. ചിന്നു ഹായ് പറയും. ഹായ്. ചിന്നു ഇങ്ങനെ നടക്കാണ്. ചിന്നുവിന് എന്തൊക്കെ വാങ്ങണം എന്ന് പറഞ്ഞിട്ട്. ഡ്രസ് ഷോപ്പുണ്ട്. ചിന്നുവിന് പറ്റിയ ഡ്രസ്സുണ്ട്. ചിന്നു എല്ലാം കണ്ടോ, നോക്ക്. ഇതൊക്കെ ചിന്നുവിന് പറ്റിയ ഡ്രസ് ഷോപ്പാണ്. ഇത് മൊത്തം അല്ല കുട്ടികളുടെ ഷോപ്പാണ് കേട്ടോ. രാത്രി ഇങ്ങനെ വാക്ക് ചെയ്ത് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റിയതാണ്. നമ്മളിന്ന് രാവിലെ ഇറങ്ങിയിട്ട് നമ്മൾ ശരിക്കും ക്ഷീണിച്ചു. ഇനി തിരിച്ചെന്തായാലും വീട്ടിലേക്ക് പോവാം. പോയിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കാം. ഈ കൂടുതലൊന്നും ഇനി ഇവിടെയൊക്കെ വെയിറ്റ് ചെയ്താൽ സമയം പോകും. ഈ കണ്ടത് തന്നെ വീണ്ടും വീണ്ടും കണ്ടാൽ നിങ്ങൾക്കും ബോറടിക്കും. ഇവിടെ മൊത്തം തുണി ഷോപ്പാണ്, ഇവിടെ മുതൽ അങ്ങ് അറ്റം വരെ കേട്ടോ. ഈ കാണുന്നത് മൊത്തം തുണി ഷോപ്പ്. അപ്പോൾ ഈ വീഡിയോ ഇന്നിവിടെ നിർത്തുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. നാളെ ഒരു പുതിയ വീഡിയോയായി ഞങ്ങൾ വീണ്ടും വരും. അതുവരേക്കും എല്ലാവർക്കും ബൈ, ഗുഡ് നൈറ്റ്.
ഈ